ഇന്നത്തെ ഡിന്നർ മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ചപ്പാത്തി അഫ്ഗാനി പനീറാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി മാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പും എണ്ണ ഇട്ടതിന് ശേഷം പൊടിയിട്ട് കുഴയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ശേഷം കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പാൻ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അതിലേക്ക് സവോള അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ശേഷം അതിലേക്ക് ഉപ്പും എരിവിന് ആവശ്യമുള്ള മുളകും, വേറെ പൊടി ഒന്നും ഇടുന്നില്ല, മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, 10 കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് മല്ലിയിലയും കൂടി വെച്ച് നമുക്ക് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം പനീർ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അത് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും ഇട്ടിട്ട് ഒരു ബേ ലീഫും ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിന് ഗ്രേവി ആക്കാൻ ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ഇട്ടിട്ട് നല്ലപോലെ മൂടി വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം മീനിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ അഫ്ഗാനി പനീർ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ബട്ടർ പനീർ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഞാൻ ഈ റെസിപ്പിയാണ് ഉണ്ടാക്കാറ്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക. ബൈ.